ചിലർ പറയും കല്യാണം കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കല്യാണം കഴിച്ചോ, ഞാൻ പറയും കല്യാണം കഴിക്കാം. കല്യാണം കഴിഞ്ഞ വെരി നെക്സ്റ്റ് ഡേ മുതൽ പിന്നെ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റത്തില്ല, പിന്നെ രണ്ടാ. അപ്പോൾ അങ്ങനെ ഒരു 16 months അത് ആ പുതുമോടിയാണ്. എല്ലാവർക്കും നമസ്കാരം. ജീവ, അപർണ ഇവരെ രണ്ടുപേരെയും അത്യാവശ്യം മലയാളികൾക്കൊക്കെ അറിയാം. എന്നാലും അറിയാത്തവരൊക്കെ ഉണ്ടാവും. അറിയാവുന്നവരും അറിയാത്തവരും താഴെ നിങ്ങളുടെ അഭിപ്രായം ഒന്ന് താഴെ കമന്റ് ചെയ്യാം. ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞ എന്ന ന്യൂസ് ആണ് ഇപ്പോൾ റീസെന്റ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ഉള്ളതാണോ ഇല്ലാത്തതാണോ എന്നൊക്കെ ഒരുപാട് പേർക്ക് സംശയമുണ്ട്. അത് ഉള്ള കാര്യം തന്നെയാണ്. ഞാൻ അത്യാവശ്യം അന്വേഷിച്ച് അറിയാൻ സാധിച്ചത് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി എന്ന് തന്നെയാണ്. ഒരുമിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താതെ രണ്ടും രണ്ട് വഴിക്ക് പോകുന്നത് എത്രയോ നല്ല മികച്ച ഒരു തീരുമാനമാണ് എന്നാണ് ഞാൻ എപ്പോഴും മനസ്സിലാക്കുന്നത്. തെറ്റാരുടെ ഭാഗത്താണെന്നുള്ളൊരു ചോദ്യം കൂടി സോഷ്യൽ മീഡിയ ഇപ്പോൾ ചോദിക്കുന്നുണ്ട്. നമുക്ക് എന്തായാലും പരിശോധിക്കാം. ജീവയുടെ ഭാഗത്താണോ അപർണയുടെ ഭാഗത്താണോ തെറ്റ്, ആരാണ് ഇവിടെ തെറ്റുകാർ, എല്ലാം നമുക്ക് ഒരു രൂപയിൽ നിന്ന് ഇങ്ങനെ നോക്കാം. എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവരുടെയൊക്കെ ലൈഫ് സ്റ്റൈൽ കാണുമ്പോൾ എന്താ ഹാപ്പി, എന്താ സന്തോഷം. ഇവരുടെയൊക്കെ ലൈഫ് കാണുമ്പോൾ നമുക്ക് അസൂയ തോന്നാറുണ്ട്. ജീവിക്കുന്നുണ്ടെങ്കിൽ ഇവരെയൊക്കെ പോലെ ജീവിക്കണമെന്ന് പലപ്പോഴും നമുക്ക് തോന്നാറുണ്ട്. എന്നാൽ മിന്നുന്നതൊന്നും പൊന്നല്ല, പൊന്നെല്ലാം മിന്നുന്നതല്ല എന്നും നമുക്ക് ഇവരുടെയൊക്കെ ഇപ്പോഴത്തെ ഈ സ്റ്റേജ് കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കും. ഇടയ്ക്ക് റീസെൻ്റ്ലി അഖിലനാടിയുടെ വിഷയം എന്ന സമയത്ത് ഭാര്യ ഒളിച്ചോടിയ കേസ്, അങ്ങനെ അത് ഒരു വഴിക്ക് പോയി അവൻ്റെ ജീവിതം കോഞ്ഞാട്ടാക്കി. പിന്നെ അവൻ ബോൾഡ് ആൻഡ് സ്ട്രോങ് ആയതുകൊണ്ട് തിരിച്ച് കയറി വന്ന് ഇപ്പോൾ ജീവ, അപർണ ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞു എന്ന ന്യൂസാണ് ഇപ്പോൾ റീസെൻ്റ്ലി വരുന്നത്. അപ്പോൾ ഇത് കാണുമ്പോൾ ഓഫ് കോഴ്സ് മലയാളികൾ അന്തം വിട്ടിരിക്കുകയാണ്. ഇവരെങ്ങനെ വേർപിരിഞ്ഞു, ഇങ്ങനെ അല്ലായിരുന്നല്ലോ എന്ന് തോന്നും. ഇവരുടെയൊക്കെ വ്ളോഗ് കാണുമ്പോഴും ആൾക്കാർക്ക് ഉറപ്പായിട്ട് അസൂയ വരും. കാരണം ഇവരുടെയൊക്കെ ഹാപ്പി മൊമെന്റ്സും ആ ലക്ഷറി ലൈഫ് സ്റ്റൈലും ഒക്കെ കാണുമ്പോൾ ജീവിക്കണമെങ്കിൽ ഇതുപോലെയൊക്കെ ജീവിക്കണം ഹാപ്പി ആയിട്ട്. ഈ ഒരു മൂഡ് ആർക്കായാലും തോന്നിപ്പോവും. പക്ഷേ ഇപ്പോൾ മനസ്സിലായില്ലേ, ഇതാണ് അവസ്ഥ. നമ്മൾ വിചാരിക്കും നമ്മുടെ കുടുംബജീവിതമാണ് ഏറ്റവും വലിയ ഫ്ലോപ്പ്, ബാക്കിയുള്ളവരുടെയൊക്കെ അടിപൊളി ജീവിതമാണെന്ന് നമുക്ക് തോന്നും. പക്ഷെ അങ്ങനെയല്ല. അവനവൻ്റെ കുടുംബജീവിതത്തിൽ അവനവൻ്റെ ജീവിതം അവരവർ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാണ്ട് അപ്പുറം നോക്കി നിന്ന് അല്ലെങ്കിൽ അക്കരെ പച്ച കണ്ട് അതാണ് സന്തോഷം, അതാണ് സൂപ്പർ എന്ന് പറഞ്ഞ് ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇന്ന് ഇവർ രണ്ടുപേരും വേർപിരിഞ്ഞ് ഇരിക്കുകയാണ്. ഇവിടെ ജീവയുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നുള്ള രീതിയിൽ അപർണ സംസാരിക്കുന്നുണ്ട്. എവിടെയൊക്കെയോ നമുക്കതും നോക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ ഫാമിലി വ്ളോഗേഴ്സൊക്കെ അവരുടെ വീട്ടിൽ നടക്കുന്ന സകലമാന കാര്യങ്ങളും എടുത്ത് ഷെയർ ചെയ്യാറുണ്ട്. ചില ഫാമിലി വ്ളോഗേഴ്സ് വീട്ടിൽ അടി ഉണ്ടാക്കുന്നുണ്ട്, അടി ഇല്ലാത്തവർ അടി ഉണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കി അങ്ങനെയൊക്കെ പല രീതിയിൽ റീച്ച് കൂട്ടാറുണ്ട്. എന്നാൽ ജീവ അപർണയെ സംബന്ധിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടുകളിലെ വഴക്കുകളോ പ്രശ്നങ്ങളോ അങ്ങനത്തെ വീഡിയോസ് ഒന്നും അല്ല ഇടുന്നത്. അവരുടെ ലൈഫിലെ ഹാപ്പി മൊമെന്റ്സ് മാത്രമാണ് അവരൊക്കെ ഷെയർ ചെയ്യുന്നത്. അത് കാണുന്ന സാധാരണപ്പെട്ട നമ്മളെ പോലുള്ള ആൾക്കാർ വിചാരിക്കും സൂപ്പർ ജീവിതം അല്ലേ, അടിയില്ല, വഴക്കില്ല, പ്രശ്നങ്ങളില്ല, എപ്പോഴും ഹാപ്പിനെസ്, കാശിന് കാശ്, ഡ്രസ്സിന് ഡ്രസ്സ്, ലക്ഷറി വീടിന് വീട്, വണ്ടികൾക്ക് വണ്ടി, എന്ത് നോക്കിയാലും അവർക്ക് ഹാപ്പിയാണ്, ഒരു കുറവുമില്ല എന്ന് തോന്നും. പക്ഷെ ഫൈനലി ഫാമിലി ലൈഫിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ അവർ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന ആ വീഡിയോയുടെ ആ സമയം കഴിഞ്ഞ് മറിച്ചുള്ള സമയത്ത് അവർ ജീവിക്കുന്ന അവരുടെ ലൈഫ് എടുക്കുന്ന സമയത്ത് ഒട്ടും ഓക്കെ ആവാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഇപ്പൊ ജീവ അപർണ തന്നെ എടുക്കാം. നമ്മൾ കണ്ടതല്ല ഇവരെന്ന് ഇപ്പം മനസ്സിലായില്ലേ. ഇതുപോലെ തന്നെയാണ് സോഷ്യൽ മീഡിയയിലുള്ള എല്ലാവരുടെയും ലൈഫ് എപ്പോഴും റിയൽ ലൈഫ് മാത്രമാണ്, ഒരിക്കലും റിയൽ ലൈഫ് അല്ല. ഇവിടെ ഞാനോ അല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരോ വീഡിയോ ചെയ്യുന്ന ആരും അവരുടെ റിയൽ ലൈഫ് പബ്ലിക്കിലോട്ട് കാണിക്കത്തില്ല. ഓക്കെ, അല്ലെങ്കിൽ റിയൽ ലൈഫ് കാണിച്ച് അത് വിറ്റ് കാശാക്കുന്ന ടീംസ് ഉണ്ട്, വഴക്കില്ലാത്തവർ വഴക്കുണ്ടാക്കുന്നവരുണ്ട്, അങ്ങനെയൊക്കെ ചെയ്യുന്നവരുണ്ട്. അല്ലാണ്ട് നിങ്ങൾ ഈ വീഡിയോയിൽ കാണുന്ന ആ ഒരു സമയം മാത്രമല്ല ഒരാളുടെയും റിയൽ ലൈഫ് എപ്പോഴും വ്യത്യസ്തമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതിപ്പോൾ എത്രയൊക്കെ അടി ഉണ്ടാക്കി വഴക്കുണ്ടാക്കി കണ്ടന്റ് ഉണ്ടാക്കിയാലും ഇനിയിപ്പോൾ സന്തോഷങ്ങൾ മാത്രം ഷെയർ ചെയ്താലും അവരുടേതായ പേഴ്സണൽ സ്പേസിൽ അവിടെ പ്രശ്നങ്ങളും വഴക്കുകളും അടികളും ഒക്കെ ഉണ്ടാവും, വിയോജിപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെല്ലാം കൂട്ടിക്കലന്ന് കൊലഞ്ഞ് അവസാനം ഒന്നിക്കാൻ പറ്റാണ്ട് രണ്ടുപേരും ഒരുമിച്ച് ജീവിച്ച വിഷയമാണെന്ന് തിരിച്ചറിഞ്ഞ് അവർ വേർപിരിയുന്ന ഒരു തീരുമാനം എടുക്കുന്നത് സ്വാഭാവികമാണ്. അങ്ങനെ രണ്ടുപേരും വേർപിരിയുന്ന ഒരു തീരുമാനം എടുത്താണ് ഇവിടെ വേർപിരിഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ആദ്യം കുറച്ച് കാര്യങ്ങളൊന്ന് പരിശോധിക്കാം. അതായത് എവിടെയോ എന്തോ തെറ്റിപ്പോയി, ഇനി മുതൽ ഞങ്ങൾ ഒന്നല്ല, അപർണയുമായി പിരിയുന്നുവെന്ന് വെളിപ്പെടുത്തി ജീവ. അപ്പോൾ എവിടെയോ എന്തോ മിസ്റ്റേക്കുകൾ അവരുടെ ലൈഫിലുണ്ടായി, ഒന്നിച്ചു പോകാൻ പറ്റാത്ത മിസ്റ്റേക്കുകൾ തന്നെയാണ് അവരുടെ ലൈഫിൽ ഉണ്ടായിട്ടുള്ളത്. പ്രത്യേകിച്ച് ഈ ചെറിയ പ്രശ്നങ്ങളൊന്നും ആവത്തില്ല ഒരിക്കലും. കുടുംബ ബന്ധങ്ങൾ വേർപെട്ട് അല്ലെങ്കിൽ ഡിവോഴ്സായി അല്ലെങ്കിൽ വേർപിരിഞ്ഞു പോകുന്നതിന് എപ്പോഴും പൊറുക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇനി ക്ഷമിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ഇനി ഒന്നിച്ചു പോകാൻ കഴിയാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ എപ്പോഴും തക്കതായ രീതിയിൽ ഉണ്ടാകും. അല്ലാത്ത പക്ഷം ഒരിക്കലും ഈ പറയുന്ന പോലെ ഡിവോഴ്സ് എന്ന ഓപ്ഷൻ എടുത്ത് ആരും പോകത്തില്ല. ഞാൻ മനസ്സിലാക്കി അങ്ങനെയാണ്. ഓക്കെ, ഇനി ഞാൻ മറ്റൊരു പോസ്റ്റ് കൊടുക്കാം. ഈ പറയുന്ന അപർണയുടെ പോസ്റ്റാണ്. അപർണ ബാലിയിൽ എങ്ങാണ്ട് പോയപ്പോൾ ഉള്ളതാണ് കേട്ടോ. അപ്പോൾ ഇയേഴ്സ് ഓഫ് ലെസൺ ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്ത്, അതായത് വർഷങ്ങളുടെ പാഠങ്ങളാണ് ഗ്രോത്ത് ആൻഡ് സ്ട്രെങ്ത് ആക്കിയതെന്നൊക്കെയാണ് പറയുന്നത്.
I have learned to trust myself, protect myself, energy, and keep moving forward, onwards and upwards, all on my own. അതായത് ഒറ്റയ്ക്കുള്ള എൻ്റെ ജീവിതം ആ ഒരു സെറ്റപ്പൊക്കെയാണ്. ഞാൻ എല്ലാം തരണം ചെയ്ത് മുന്നോട്ടാണ്, ഒറ്റയ്ക്കാണ് സെറ്റപ്പാണ് എന്നുള്ളൊരു മൂഡിലാണ്. അപ്പോൾ ഇത് പുറത്തെവിടെയാണ്, നല്ല അടിപൊളി, നല്ല സെറ്റ് ലുക്ക് ആയിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു, ഈ ഡ്രസ്സ് ഇഷ്ടപ്പെട്ടു, അടിപൊളി. ഓക്കെ, ഇതെനിക്കൊണ്ട് ബാലി എവിടെയാണെന്ന് തോന്നുന്നത്, ഏതോ ബീച്ചാണ്. ഓക്കെ, അപ്പോൾ ലൊക്കേഷനൊക്കെ അതാണ്. ഹലോ 32, 32 വയസ്സായിരുന്നു, അതാണെന്ന് തോന്നുന്നു 32 എന്ന് പറഞ്ഞ് കാണിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ് ഇട്ടിട്ട് ഒരു ക്യാപ്ഷൻ ഈ പറയുന്ന അപർണ കൊടുത്തിട്ടുള്ളത്. ഇനി അപർണയുടെ ഒരു ഈ മസാജ് അല്ലല്ലോ, അതിനെന്തോ പറയൂല, ആ ഒരു സംഭവത്തിൻ്റെ ഒരു വീഡിയോ കൊടുക്കാം കേട്ടോ, കണ്ടു നോക്കുക. ഇത് മറ്റേ ഈ ഇതുണ്ടല്ലോ, നമ്മൾ മസാജ് പോലെയൊക്കെ തന്നെ ഇങ്ങനെ മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ആക്കി, അല്ലെങ്കിൽ നമ്മുടെ മനസ്സിലെ ശരീരത്തെയും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കുന്ന, സ്വയം ഒന്ന് ക്ലെൻസിങ് ചെയ്യുന്ന ഒരു പരിപാടി എന്ന് വേണമെങ്കിൽ പറയൂ. യോഗയല്ല, അത് ഈ മസാജ് പോലത്തെയൊക്കെ പരിപാടി തന്നെയാണ്. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും ഡിപ്രഷനിലോ അല്ലെങ്കിൽ സ്ട്രെസ്സായിട്ടൊക്കെ ഇരിക്കുമ്പോൾ മസാജിന് പോകുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ചെയ്യുന്നത് നല്ലതാണ്. കാരണം നമ്മുടെ മൈൻഡൊക്കെ ഒരുപാട് റിലീഫ് ആക്കും. അപ്പം അങ്ങനത്തെ പരിപാടിക്കൊക്കെ പോയി അപർണ സോളോ ട്രിപ്പുകൾ പോയി അങ്ങനെ സ്വന്തമായിട്ട് സ്വയം ക്ലെൻസിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സ്വയം ഒന്ന് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഹിച്ചതാവാം, ഒരുപാട് പൊറുത്തതാവാം, അല്ലെങ്കിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ ആവാം. കുടുംബജീവിതം അല്ലേ. അപ്പോൾ ഒരു സ്വന്തം പാർട്ട്ണറിനെ വേണ്ട എന്ന് വെച്ചൊരു തീരുമാനമെടുക്കുമ്പോൾ, അത്രയും കടുത്ത തീരുമാനമെടുക്കുമ്പോൾ അതിൻ്റെതായ റീസൺ അപർണയ്ക്ക് എന്നും ഉണ്ടാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുപോലെ ജീവിക്കും. ഇതിൽ ആരാണ് ആദ്യം ഇനി ഈ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞതെന്ന് പോലും നമുക്കറിയത്തില്ല. എന്തായാലും എൻ്റെ തോട്ട് ശരിയാണെങ്കിൽ ചിലപ്പോൾ മേ ബി അപർണയായിരിക്കാം, ഇനി അല്ലെങ്കിൽ ഈ പറയുന്ന ജീവയാണോന്നും അറിയില്ല. എന്തായാലും അപർണയുടെ മറ്റൊരു പോസ്റ്റ് കൊടുക്കാം. റീസൺ ടു ഫോളോ ഓർ അൺഫോളോ മീ, hate calls, text me please, love apparel, sprit some, I charge what I am worth, I am a dog person, I don't believe in forgive and forget. ആ ഡയലോഗാണ്. I don't believe in forgive and forget. I will make you fall in love with self-care. I have 8800 emails. I don't tolerate fake people, born for EDM and house music. I don't believe in acting your age. I believe in therapy. Lip gloss might become an addiction. I am not a people pleaser. Coffee or over matcha. I will convince you to go to the concert and buy the outfit. I will always chat with strangers too and make friends whatever എന്നൊക്കെ പറഞ്ഞ് അപർണ ഒരു പോസ്റ്റൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപർണ ഓക്കെ, ലൈഫിൽ ഒരുപാട് ചിലപ്പോൾ സ്ത്രീകൾ കുടുംബജീവിതം തുടങ്ങിയതിന് ശേഷം ആദ്യമൊക്കെ നല്ല അടിപൊളിയായിട്ടൊക്കെ മുട്ടായി പോലെ പോകും. പിന്നെ ലൈഫിൽ സഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ വിചാരിച്ച പോലെ ഹാപ്പിനെസ്സും കാര്യങ്ങളൊന്നും കിട്ടാണ്ട് വരുമ്പോൾ ഉള്ള ഒരു സഫറിങ് പീരീഡാണ്. അപർണയ്ക്ക് മേ ബി അത് ഉണ്ടാവാതിരിക്കാം. ഇതിൻ്റെ തക്കതായ റീസൺ അശ്വിൻ പറയട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. ജീവ പറയട്ടെ. അപ്പോൾ ജീവയുടെ ഒരു പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഹേ എവരിവൺ, this is not an easy thing for me to share, but I felt I should, especially because I felt you guys deserve to hear this from me directly, as many of you have been part of my journey through my career, my happiness, my difficult moments and everything in between. A lot of you like it as a couple, but from now on it's not us anymore. It's just Jiva and Abarna. After 11 years of marriage, we are going our separate ways. Something went wrong somewhere, and now we are accepting the truth that it just won't work out. So we both have decided to go on our separate ways, and the reason behind it's strictly personal. Hope you guys can take this in a mature way, just like we have. This has been a deeply personal decision, and we ask for privacy and understanding as we navigate this. As we say, everything happens for a reason, and I really believe it. Thanks everyone എന്നൊക്കെ പറഞ്ഞിട്ട്, താങ്ക്സ് ഫോർ ഓൾ ദ ബ്യൂട്ടിഫുൾ മെമ്മറീസ് എന്നൊക്കെ പറഞ്ഞിട്ട് ജീവ ഒരു പോസ്റ്റൊക്കെ ഇട്ടിട്ടുണ്ട്. രണ്ടുപേരും വേറെ പിരിഞ്ഞു, പരസ്പരം ചെളിവാരി അടിക്കുന്നില്ല. പക്ഷേ എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാലക്രമേണ ഇതെല്ലാം പുറത്തു വരും. ഇത് മിക്കവാറും കമൻറ്റുകൾക്ക് റിപ്ലൈ കൊടുത്തും അങ്ങനെ ഇങ്ങനെയൊക്കെ കൊടുത്ത് ഇതിനൊരു തിരിച്ചടി കിട്ടാനുള്ള പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇനി ഞാൻ മറ്റൊരു വീഡിയോ കൊടുക്കാണ്ട്. ഇവർ വേർപിരിഞ്ഞു എന്ന് കേൾക്കുമ്പോൾ എല്ലാം വെറും റീൽ വേണ്ടിയായിരുന്നോ? ഇനി മുന്നോട്ട് കൂടുതൽ ഉയരങ്ങളിലേക്ക്, അതും തികച്ചും ഒറ്റയ്ക്ക് അപർണയും ജീവയും വേർപിരിഞ്ഞതായി റിപ്പോർട്ട് കേൾക്കുമ്പോൾ ഏറെ സങ്കടമുണ്ട്. പ്രശ്നങ്ങൾ സംസാരിച്ച് തീർക്കൂ, ജീവയും അപർണയും വേർപിരിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാമേ. ഓക്കെ, കേൾക്കുന്നില്ല, ഒരു സെക്കൻഡ്. എവിടെ പോയി
ചിലർ പറയും കല്യാണം കഴിക്കുന്നത് ചോദിക്കുമ്പോൾ ഞങ്ങൾ പറയും കല്യാണം കഴിച്ചോ? ഞാൻ പറയും കല്യാണം കഴിക്കാൻ. ഞാൻ പറയും നല്ലതാ കല്യാണം കഴിക്കുന്നത്, എനിക്ക് സൂപ്പറാണ് എന്റെ ലൈഫിൽ. ഓക്കെ, കല്യാണം കഴിക്കുന്നത് സൂപ്പറാണ്, എല്ലാവരും കല്യാണം കഴിച്ചു, എൻ്റെ ലൈഫിൽ സൂപ്പറാണ്. കാരണം തൻ്റെ ലൈഫിൽ തനിക്ക് ഫ്രീഡം ഇല്ലായിരുന്നു പാരൻസിൻ്റെ അടുത്തുനിന്ന്. കല്യാണം കഴിച്ച് ജീവയോടൊപ്പം എത്തിയപ്പോഴാണ് തനിക്ക് ഫ്രീഡവും കാര്യങ്ങളും കിട്ടിയതെന്നാണ് ഇവിടെ അപർണ പറഞ്ഞു വെക്കുന്നത്. അത്രയും നല്ല രണ്ട് കപ്പിൾസ് ആയിരുന്നു. ഇവർക്കിടയിൽ സത്യത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നം തന്നെയാണ്. അവർ തന്നെ തുറന്ന് പറഞ്ഞാലേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. പറയാതിരിക്കട്ടെ, പറഞ്ഞ് സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ജഡ്ജ് ചെയ്യുന്ന ഒരു ലെവലിലോട്ട് പോകാതിരിക്കട്ടെ. പക്ഷെ മേ ബി എൻ്റെ ഊഹം ശരിയാണെങ്കിൽ കാലക്രമേണ അതും പുറത്തു വരും. ഓക്കെ, കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ അപർണയ്ക്ക് ഫ്രീഡം കിട്ടിയതെന്നും ചിൽ വൈബായതെന്നൊക്കെയാണ് അപർണ പറയുന്നത്. അത്രയും സന്തോഷം തൻ്റെ ലൈഫിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷമാണ് ഉണ്ടായതെന്ന് പറയുന്നുണ്ട്. പാരൻസ് ഒക്കെ അത്യാവശ്യം സ്ട്രിക്റ്റ് ആയിരുന്നു. അങ്ങനെ സ്ട്രിക്റ്റ് എന്ന് ഡ്രസ്സിങ്ങിൻ്റെ കാര്യത്തിലാവാം, അല്ലെങ്കിൽ പുറത്തു പോകുന്ന കാര്യത്തിലാവാം, പല കാര്യങ്ങളിലും പാരൻസ് സ്ട്രിക്റ്റ് ആയിരുന്നിരിക്കാം. അപ്പോൾ ജീവയെ കല്യാണം കഴിച്ചതിന് ശേഷം നല്ല ഫ്രീഡം കിട്ടി. ജീവ അങ്ങനെ എല്ലാ കാര്യങ്ങളിലും കയറി ഇടപെടുന്നില്ല, നല്ല ഫ്രീഡം കൊടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും. പാരൻസ് കൊടുക്കാത്ത ഫ്രീഡം ജീവ കൊടുത്തു. അതൊക്കെ വളരെ സന്തോഷമായിട്ട് അപർണ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോവുകയായിരുന്നു. കാരണം ഭർത്താവ് ഒരു എന്തു പറയാം, നമ്മളെ ഒരു കൂട്ടിൽ അടച്ചിട്ടിരുന്നിട്ട് അവസാനം എന്തോ തുറന്നു വിടുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമില്ലേ, ആ ഒരു ഫീല്, അത് ഒരു അന്യായ ഫീല് തന്നെ ആയിരിക്കണം മേ ബി. എന്തായാലും 5 മണിക്കൂർ മുന്നെയാണ് ജീവ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ആ പോസ്റ്റിൻ്റെ കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം, ഏത് ജീവയുടെ പോസ്റ്റിൻ്റെ. എന്നിട്ട് നമുക്ക് അടുത്ത് ബാക്കി വീഡിയോ ക്ലിപ്പ് കാണാം. സോറി ബ്രോ, ഇറ്റ്സ് വാസ് എക്സ്പെക്റ്റഡ് അഗെയിൻ ആൻ എക്സാമ്പിൾ ഓഫ് റിയൽ ആൻഡ് റിയൽ ലൈഫ്. സത്യം. സാനി അയ്യപ്പൻ വന്നിട്ട് കെട്ടിപ്പിടിച്ച് കമൻറ്റ് ഇട്ടിരിക്കുന്നു. ഓക്കെ, സ്ത്രീകൾ സ്വന്തം കാലിൽ നിൽക്കണം എന്ന് പറയുന്നതിനോട് 100% യോജിക്കുന്നു. പക്ഷെ കാലുറച്ചു കഴിഞ്ഞാൽ ഭർത്താവ് കാലിൻ്റെ അടിയിൽ വേണം എന്ന് ചിന്തിക്കരുത്. അപ്പോൾ അപർണയെ കുറ്റപ്പെടുത്തിയും കമൻസ് ഉണ്ട്. I still remember Jiva, Avarna and Lijo's trio fun videos back in 2020 along with Elementrix who never showed his face on camera. Their videos made those old days truly special. മറ്റേ മെത്തുമിറി ഇവരെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇവർക്കെതിരെ എങ്ങാണ്ട് ഞാൻ വീഡിയോ ഇട്ടുണ്ട്, ഇവരെ ഉടായ്പ പ്രൊമോഷൻ. മെത്തുമിറിയിലെ ലവം വന്നിട്ട് കമൻറ്റ് ഇട്ടിട്ടുണ്ട്. We have always loved you both and that won't change. You were a couple we celebrated and admire, but whatever happened between you is deeply personal and only the two of you truly know the story. So please let not take sides, blame, judge or mock either of you. Not every separation needs a villain. Sometimes people simply need space, respect and time to heal. We love and respect you both equally. Whatever path you choose, we wish you both peace, strength, happiness and a beautiful future ahead. ആരെങ്കിലും ചോദിച്ചാൽ ഞാൻ പറയും കല്യാണം കഴിക്കണമെന്ന്. അപർണയുടെ വാക്കുകൾ ഓർക്കുന്നു. സത്യം, ആ വാക്കാണ് ഞാൻ നേരത്തെ കൊടുത്തത്. ഷുട്ടുമണി ഷുട്ടു എന്തൊക്കെയായിരുന്നു, ഒരുപാട് പേരുടെ ഫേവറേറ്റ് കപ്പിളായിരുന്നു. ബി സ്ട്രോങ് ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ ബോത്ത് ഓഫ് യു. ഒമറലുലു നേരത്തെ തന്നെ തോന്നിയിരുന്നു. മലയാളിയുടെ കണ്ണിൻ്റെ പവർ അല്ലാതെ എന്ത്, ബട്ട് യു ഡിസേർവ് സംതിങ് ബെറ്റർ. അതായത് മലയാളികളുടെ കണ്ണേറെന്ന് പറയുമ്പോൾ എനിക്കും അതിൽ വിശ്വാസമുള്ളൊരു കേസാണ്. പലരുടെയും ലൈഫ് തൊലഞ്ഞതിലൊരു പങ്ക് വരെ ഈ കണ്ണേറിനുണ്ട്. അതായത് അസൂയപ്പെടും, അവരെന്ത് ലൈഫാണ്, അവരുടെ ഹാപ്പി മൊമെൻറ്റ്സ് ഒക്കെ കാണുമ്പോൾ സൂപ്പർ ലൈഫ്, നമുക്കിതുപോലത്തെ ലൈഫൊന്നും ഇല്ലല്ലോ, അത് തന്നെ ഒരു കണ്ണേറാണ്. ഓക്കെ, അച്ഛാ വ്യൂവർ, I really wished all those rumors were just assumption, but this was truly heartbreaking. Well spoken. This guy has always been nice at heart and deserved a lot. Shocking, I thought you guys understand each other very well. You have missed a group friend Lijo. I may not know the reason. വേർപിരിയുന്നതിനെ അനുകൂലിക്കുന്നില്ല, പക്ഷേ ഈ എഴുത്ത് കണ്ടപ്പോൾ സന്തോഷം തോന്നി. ഇത്രയും നാൾ ഒരുമിച്ച് ജീവിച്ചിട്ട് അവസാനം പബ്ലിക്കിൽ വന്ന് മുൻ പങ്കാളിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പോസ്റ്റ് ഇട്ടില്ലല്ലോ. ഒരു ചെറിയ കുറ്റപ്പെടുത്തലും പോലും ഇതിൽ കാണാൻ കഴിയുന്നില്ല. ഇത് നല്ല ഒരു കാഴ്ചപ്പാടാണ്. സത്യം. ഇനി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി അടിക്കാതിരിക്കുക. കമൻറ്റിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞെന്ന് പറഞ്ഞാൽ അവർക്ക് പോയി റിപ്ലൈ കൊടുക്കുക. അങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവസാനം നിങ്ങൾ തമ്മിൽ വേർപിരിയാനുണ്ടായ റീസൺ പുറത്തു വരുമ്പോൾ അത് ചിലപ്പോൾ ജീവയുടെ ഭാഗത്താവും തെറ്റ്, അപർണയുടെ ഭാഗത്താവും തെറ്റ്, അത് നാട്ടുകാർ ജഡ്ജ് ചെയ്യാൻ തുടങ്ങും. പിന്നെ ഒരാൾ കരിവാരി തയ്ക്കപ്പെടും. ഇത് ഞാൻ നേരത്തെ ഒരു അഡ്വൈസായിട്ട് ഫ്രീ ആയിട്ട് തന്നേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഒരുപാട് കമൻസ് ഇവനെ സപ്പോർട്ട് ചെയ്തിട്ട് ഉണ്ട്. ഒരുപാട് കമൻസ് സപ്പോർട്ട് ചെയ്ത് കിടക്കുന്നുണ്ട്. കാണുമ്പോൾ നല്ല കാര്യം, നല്ലത് മാത്രം ജീവിതത്തിൽ സംഭവിക്കട്ടെ. ഇനി അപർണയുടെ അക്കൗണ്ടും നോക്കാം. അതിനു മുന്നേ നമുക്ക് 1-2 വീഡിയോ ക്ലിപ്പ് ഒന്ന് കാണാം. വീട്ടിലെ സാധനങ്ങളൊക്കെ മറക്കുന്ന കാര്യങ്ങളൊക്കെ വെച്ച് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇയാളാണ്. പക്ഷെ നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലും പറയണം, അപർണയോടും കൂടെ പറഞ്ഞേക്കണേ.
അത് നമ്മൾ ഉറപ്പായിട്ടും നടക്കും. അത് വിഷയമാണ്, അത് വൻ വിഷയമാണ്. എന്റെ അടുത്ത് പറയില്ല. അപ്പൊ ഞാൻ പറയട്ടെ ചേച്ചി, ചേച്ചി ഇപ്പം ചേച്ചിയുടെ ഹസ്ബൻഡ് ചേട്ടൻ വന്നിട്ട് ചേച്ചിയുടെ ഒരു കാര്യം വളരെ അത്യാവശ്യമായിട്ട് പറയേണ്ട ഒരു കാര്യം അത് പറഞ്ഞില്ല. തേർഡ് പേഴ്സൺ വഴി ചേച്ചി അത് അറിയുക. എന്നിട്ട് ആ തേർഡ് പേഴ്സൺ ചേച്ചിയോട് ചോദിക്കുക, അല്ല അപ്പം ആള് പറഞ്ഞില്ലേ എന്ന് ചോദിക്കുമ്പോ ചേച്ചി അവിടെ ഇങ്ങനെ നിന്ന് വിയർക്കും. അപ്പൊ ചേച്ചി പറയും അത് പറഞ്ഞില്ല, മറന്നുപോയി കാണും. അങ്ങനെ ഞാൻ എത്ര തവണ പറയണം? അമ്മിക്കല്ലെടുത്ത് തലക്കിട്ട് അടിക്കും ഞാൻ. മാറ്റിക്കും കുഴപ്പമില്ല. ഇപ്പൊ ഇവിടെ അമ്മിക്കല്ല് ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, അപ്പോൾ നല്ല കപ്പിൾസ് ആയിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തിരുന്നു. അവരുടെ ഹാപ്പിനെസ്സും അവരുടെ ഒരു ബോണ്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അവർക്ക് ഒന്നിച്ചു പോകാൻ പറ്റിയില്ല, വേറെ പിരിഞ്ഞു. നല്ല ഓപ്ഷൻ. അല്ലാണ്ട് ചിലവരെ പോലെയൊക്കെ ഒളിച്ചോടിയില്ലല്ലോ, ഒന്നിച്ച് ജീവിക്കാൻ പറ്റിയില്ല എങ്കിൽ വേറെ പിരിയുക എന്നതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അല്ലാണ്ട് ഒളിച്ചോടുക, അല്ലാതെ വേറെ കള്ളക്കാമോനെ കണ്ടുവച്ചിട്ട് ബസ്സിൽ കയറി പോവുക, ഇമാതിരി പരിപാടിയൊന്നും ചെയ്തില്ലല്ലോ. നല്ല കാര്യം. ഓക്കെ, കല്യാണം കഴിഞ്ഞതിൻ്റെ വെരി നെക്സ്റ്റ് ഡേ മുതൽ പിന്നെ നമുക്ക് ഒന്നേന്ന് പറഞ്ഞ് ചിന്തിക്കാൻ പറ്റത്തില്ല, പിന്നെ രണ്ടാ. അപ്പോൾ അങ്ങനെ ഒരു 16 months അത് ആ പുതുമോടിയാണ്. ഫുൾ അടിച്ചു പൊളി, കറക്കം, ട്രിപ്പ്, അങ്ങനെ ഇങ്ങനെ നടക്കുക. ഒരു ദിവസം രാത്രി പോവുക. അപ്പോൾ പോകാൻ നേരത്താണ് റിയലൈസേഷൻ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. പക്ഷെ ഞാൻ കരഞ്ഞു. സങ്കടം വന്നു എന്ന് പറയണ്ട, കരഞ്ഞു. കരഞ്ഞതിൻ്റെ ഇടയ്ക്ക് വേറൊരു കോമഡി ഉണ്ട്. എനിക്ക് സങ്കടം വരെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ഇങ്ങനെ വരും കേട്ടോ. അപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിലുണ്ട് കരയരുത്, കരഞ്ഞു കഴിഞ്ഞാൽ ഷിട്ട് കരയും, ഷിട്ട് കരഞ്ഞാൽ ഔട്ടാവും. ഞാനിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കട്ടോ. ഷിട്ട് കൊണ്ട് പോയിട്ട് എനിക്ക് സഹിക്കാൻ വയ്യ. ഞാൻ തിരിഞ്ഞ് അപ്പുറത്ത് പോയിട്ട് ഞാൻ കണ്ണിങ്ങനെ ഞാൻ തുടച്ചുന്ന ഒരു തട്ടല്. ഞാൻ വിചാരിച്ച അമ്മ ആശ്വസിപ്പിക്കാൻ വിളിക്കാം. ഞാൻ തിരിഞ്ഞ ചേട്ടാ ഒരു സെൽഫി. ഞാൻ 1 minute പിന്നെ തന്നത് അതിന്റെ സൈഡിൽ കൂടെ പോകുന്ന വേറൊരു സാധനം. ഓക്കെ, ഓക്കെ, അങ്ങനെ കുറെ മൊമെന്റ്സ്, ഇവിടെ ഇന്റർവ്യൂസ് കുറെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചിരിക്കാനുള്ള വകുപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സമയം പോകുന്നതും അറിയില്ല. അങ്ങനെ കുറെ കാര്യങ്ങളായിട്ട് അവരവരുടെ ലൈഫ് പോകുന്നുണ്ട്. എനിക്ക് പറയാനുള്ള രണ്ടുപേരുടെ ലൈഫിലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താണ്ട് രണ്ടുപേരും രണ്ട് വഴിക്ക് പോയി അടിപൊളിയായിട്ട് ജീവിക്കുക എന്നേ എനിക്ക് പറയാനുള്ളൂ. അല്ലാണ്ട് ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റപ്പെടുത്താൻ നിന്ന് കഴിഞ്ഞാൽ നാട്ടുകാർ ജഡ്ജ് ചെയ്യാൻ നിൽക്കും കേട്ടോ. ഇനി അപർണയുടെ ഒരു കമൻറ്റ് ബോക്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. അപർണയുടെ കമൻറ്റ് ബോക്സിൽ എന്താണ് അവിടെയുള്ളതെന്ന് നമുക്കൊന്ന് കാണാമല്ലോ. ഓക്കെ, അപർണ ഒരു 3 മണിക്കൂർ മുന്നേ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഐ നോ എ ലോട്ട് ഓഫ് യു ഹാവ് ബീൻ വെയിറ്റിംഗ് ടു ഹിയർ ഫ്രം മീ, സോ ദിസ് ഈസ് മീ സ്പീക്കിംഗ് ടു യു ഡയറക്ട്ലി as the marriage is over. I didn't work out and honestly I didn't want to continue. It was not an easy decision, I believe, for both of us, but it was one I needed to make for myself, and today I can genuinely say I am at peace, I am happy, I feel safe, and I feel so much lighter than I have in a long time. ഇതൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അപർണ ഒരുപാട് അനുഭവിച്ചതുപോലെ ഫീൽ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഹാപ്പിയാണ്, ഇപ്പോൾ സേഫാണ്, ഇപ്പോൾ നല്ല ലൈറ്റായിട്ട് ഫീൽ ചെയ്യുന്നു. അപ്പോൾ ഇതിനു മുന്നേ ഹാപ്പി അല്ലായിരുന്നു, സേഫ് അല്ലായിരുന്നു എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് ഈ പോസ്റ്റിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഐ ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻ ടു വാട്ട് ഹാപ്പൻ ഓർ എക്സ്പ്ലെയിൻ every detail because something are deeply personal. I just want to move forward and live my life peacefully. Please respect my or our privacy and give me us that space. That's all I ask. I hope you will understand എന്ന് പറഞ്ഞിട്ട് അപർണ ഒരു 3 മണിക്കൂർ മുന്നേ, അതായത് 5 മണിക്കൂർ മുന്നേ ജീവ പോസ്റ്റ് ഷെയർ ചെയ്തപ്പോൾ തിരിച്ചും ഒരു 3 മണിക്കൂർ മുന്നേ അപർണയും പോസ്റ്റ് ഷെയർ ചെയ്തിട്ടുണ്ട്. കമൻറ്റ് ബോക്സ് ഒന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, ജീവ ഇട്ട പോസ്റ്റ് നിങ്ങളെ പോസ്റ്റും നല്ല വ്യത്യാസമുണ്ട്. ജീവ എത്ര ഭംഗിയായാണ് ആ പോസ്റ്റിൽ എഴുതി ചേർത്തത്. പക്ഷേ നിങ്ങൾ പറയാതെ പറയുന്ന രീതിയിൽ അയാളെ ആളുകൾക്ക് ഇട്ടുകൊടുക്കുന്ന തരത്തിലുള്ള പോസ്റ്റ് കഷ്ടം. ടുഡേ ഐ ആം സേഫ്, ഹാപ്പി, ഫ്രീഡം എന്നൊരു ലൈൻ ഒക്കെ മ്യൂച്വൽ ഡിസിഷനിൽ ചേർക്കേണ്ട കാര്യമുണ്ടോ? ഇറ്റ്സ് മൈ വെർഷൻ എന്ന് പറഞ്ഞ് അപർണ റിപ്ലൈ കൊടുക്കുന്നുണ്ട്. ആൻഡ് ഐ ഓൺലി നോ മൈ സ്റ്റോറി, യു ഡോണ്ട്, ആൻഡ് ഐ ഡോണ്ട് വാണ്ട് ടു കൺവിൻസ് യു ഓർ എനി ഓൺ ഫോർ ദാറ്റ് മാറ്റർ. And this type of comments have no place here, neither in my life. Thanks, peace you to you. ഒരാഴ്ചക്കുള്ള അരി ആയല്ലോ അണ്ണ, സീക്രട്ട് എൻ്റെയൊക്കെ പിടിച്ച് മെൻഷൻ ചെയ്തിരിക്കുന്നു. ഓക്കെ, രണ്ടാളെയും പോസ്റ്റ് കണ്ടാൽ തന്നെ അറിയാം ജീവയാണ് ശരിയെന്ന്. എന്നാൽ എൻ്റെ തോന്നലാണ്. ഇവിടെ അപർണയുടെ പോസ്റ്റിൽ ഉറപ്പായിട്ടും ജീവയ്ക്കിട്ടുള്ള കൊട്ടുണ്ട്, കുത്തുണ്ട്. കാരണം ഇത്രയും കാലം ഞാൻ ഹാപ്പി അല്ലായിരുന്നു, സേഫ് അല്ലായിരുന്നു, ഇപ്പം ഞാൻ ഹാപ്പിയാണ്, സേഫാണെന്നുള്ള രീതിയിലാണ് അത് പറയുന്നത്. ജീവ രക്ഷപ്പെട്ടു, വേതാളം പോയല്ലോ, അങ്ങനെ കുറേ ഇവക്ക് അപർണയ്ക്ക് ഇട്ട് കൊട്ടുണ്ട്. സ്റ്റേ ഹാപ്പി ഓൾവേസ്,
അങ്ങനെ അങ്ങനെ മോർ പവർ ടു യു അപ്പൂസ് ബ്ലഷ് വിത്ത് ആഷ് ഒക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ഗേൾ അങ്ങനെ അങ്ങനെ നല്ല സപ്പോർട്ടുണ്ട്. ഒരുപാട് സ്ത്രീകൾ ഈ പറയുന്ന അപർണയ്ക്ക് സപ്പോർട്ടുണ്ട് കേട്ടോ, സത്യം. അങ്ങനെ അങ്ങനെ യു ഓൾറെഡി പുട്ട് ബ്ലെയിം ഓൺ ഹിം, ഐ ക്യാൻ റീഡ് ഇറ്റ് ബിറ്റ്വീൻ ദ ലൈൻസ് ആൻഡ് ആസ്കിങ് ടു ഗീവ് യു ഗായ് സ്പേസ്, ഹൗ നൗ ഹി വിൽ ഹാവ് ടു സഫർ ദ സൈബർ അറ്റാക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെയും മിത്രി വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. വി ഹാവ് ഓൾവേസ് സീൻ ആൻഡ് ലവ്ഡ് യു ബോത്ത് അസ്. എന്താണ് അവിടെ പേസ്റ്റ് ചെയ്ത് ഇവിടെ എടുത്തടിച്ച അവിടെ ഇട്ട കമൻറ്റ് ഇവിടെയും ഒന്ന് പേസ്റ്റ് ചെയ്തെന്ന്. ഓക്കെ, നമ്മൾ എന്തിനാ വിവാഹം കഴിക്കുന്നത്? ഈ ചെറിയ ജീവിതത്തിൽ നമുക്ക് മാത്രമായ ഒരു കൂട്ട്, ചിലപ്പോൾ നമുക്ക് ഒട്ടും ചേരാത്ത ആളെ ആകും കിട്ടുക. ഇനി നമ്മുടെ തെറ്റ് ആയാലും അവരുടേതായാലും കൂടുമ്പോൾ ഇമ്പമുള്ളത് അതൊരു കൂട്ടു എന്ത് മറ്റേ രാമായണ എഴുതിയിരിക്കണം. അയ്യോ, അങ്ങനെ കുറേ കമൻസ് രണ്ട് സൈഡിൽ നിന്ന് സംസാരിക്കുന്നുണ്ട്. ഇവിടെ അപർണയുടെയും ജീവയുടെയും പോസ്റ്റ് വെച്ച് കാണുമ്പോൾ കമ്പയർ ചെയ്യുന്ന സമയത്ത് എവിടെയോ അപർണയുടെ ഭാഗത്ത് ശരിയുള്ളതുപോലെയും ജീവയുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉള്ളതുപോലെയുമാണ് ഈ പോസ്റ്റുകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എനിക്ക് പേഴ്സണലി അങ്ങനത്തെ ഒരു ടാഗ് ലൈനാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. എവിടെയോ എന്തോ തകരാറ് പോലെ. പ്രത്യേകിച്ച് അപർണ പറയുന്നു ഇത്രയും കാലം ഞാൻ ഹാപ്പി അല്ലായിരുന്നു, ഇപ്പം ഞാൻ ഹാപ്പിയാണ്, സേഫ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇത്രയും നാൾ ഹാപ്പിയും സേഫും അല്ലായിരുന്നു. അങ്ങനെ ഒരു ചോദ്യചിഹ്നം അവിടെ വരുന്നുണ്ട്. പിന്നെ നിങ്ങളുടെ പേഴ്സണൽ കാര്യമാണ്, നിങ്ങൾ പറയാത്തിടത്തോളം കാലം നമ്മൾ ആരും അറിയില്ല. ഇപ്പം നിങ്ങൾ ഈ പോസ്റ്റ് ഇട്ടു, നമ്മളിത് ചെയ്തു, അത്രേ ഉള്ളൂ. എന്തായാലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും റെസ്പെക്ട് ചെയ്ത് പരസ്പരം തുറന്ന് പറയാണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നിക്കാൻ പറ്റുമെങ്കിൽ ഒന്നിക്കുക, ഇനി ഒന്നിക്കാൻ പറ്റില്ല വേറെ പിരിഞ്ഞ് എന്നെ പോകണമെങ്കിൽ പോവുക. അത് നല്ല ഡിസിഷനാണ്. ഒളിച്ചോടി വേറെ കുടുംബങ്ങളെ തകർത്ത് നാറ്റിച്ച് നാണം കെടുത്തി നാറാണത്താക്കുന്നതിനേക്കാളും ഇറ്റ്സ് എ ഗുഡ് ഡിസിഷൻ. രണ്ടുപേരും രണ്ട് വാക്ക് പോകുന്നത്. ഓക്കെ, പക്ഷേ അപർണയുടെ പറച്ചിൽ നിന്നും എവിടെ ജീവയുടെ ഭാഗത്താണ് തെറ്റെന്ന് ഫീൽ ചെയ്യുന്നുണ്ട്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പെടുത്താക്കേണ്ട പുതിയ വീഡിയോ ആണ്. ബൈ.